വില്ലാഞ്ചിറയിൽ 25ഓളം കുടുംബങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുകയാണെന്ന് പരാതി. വീടുകളിലേക്ക് പ്രവേശിക്കുന്ന വഴി തടസ്സപ്പെടുത്തിക്കൊണ്ട് നാഷണൽ ഹൈവേ പുനർനിർമ്മാണം നടക്കുന്നത് മൂലമാണ് തങ്ങളുടെ വഴി നിഷേധിക്കപ്പെടുന്നതെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. NH നവീകരണത്തിന്റെ പേരിൽ കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് പ്രദേശവാസികൾ നേരിടുന്നതെന്ന് വാർഡ് മെമ്പറും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ സൈജൻ ചാക്കോ. നേര്യമംഗലം വില്ലാഞ്ചിറയിലെ 25ഓളം കുടുംബങ്ങൾ 75 വർഷത്തിലധികമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന അവരുടെ വീടുകളിലേക്ക് പ്രവേശിക്കുന്ന വഴികൾ തടസ്സപ്പെടുത്തിക്കൊണ്ട് NH ഹൈവേയുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. ജനപ്രതിനിധികളായിട്ടുള്ള ചർച്ചയ്ക്കിടെ ഇവർക്കെല്ലാം റാമ്പ് കെട്ടി വഴി നൽകാമെന്ന് ഉറപ്പു നൽകിയെങ്കിലും ഇതെല്ലാം ലംഘിക്കപ്പെടുന്നുവെന്നും കഴിഞ്ഞ ദിവസം പൊളിച്ചിട്ട വഴിയിലൂടെ തന്റെ വീട്ടിലേക്ക് ഇറങ്ങിപ്പോയ രാധ എന്ന വീട്ടമ്മയ്ക്ക് വീണു പരിക്കേറ്റുവെന്നും പരാതിയുണ്ട്. ഞാനാദ്യം ഇറങ്ങിപ്പോയപ്പോൾ ആ വഴിയിൽ വീണാൻ എൻ്റെ കൈ പ്ലാസ്റ്റിക് ഇട്ടേക്കണേ. ഈ കൈ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റണില്ല ഇപ്പം എന്നെ കൊണ്ട്. ഈ കൈ ഒടിഞ്ഞാൽ ഇറങ്ങിപ്പോണ വഴിക്ക് വീണാണ് എൻ്റെ കൈ ഒടിഞ്ഞപ്പോൾ പ്ലാസ്റ്റിക് ഇട്ടേക്കണത്. ഒരു 4 ലോഡ് മണ്ണ് കൊണ്ടുപോയി കുത്തിയിട്ട് ഈ നിങ്ങൾ കണ്ടതാണ് തൊട്ട് താഴെ ഇവരുടെ വീട്ടിലേക്ക് രാധ ചേച്ചി ഉൾപ്പെടെയുള്ള 3ഓളം കുടുംബങ്ങൾക്ക് പോകണം. ആ ചേച്ചി ഇറങ്ങിപ്പോയ വഴിക്ക് അവിടെ വീണ് ഈ ചേച്ചിയുടെ ഇടത് കൈ ഇപ്പോൾ ഒടിഞ്ഞിരിക്കുകയാണ്, ഇപ്പോൾ പ്ലാസ്റ്റിക് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ആളുകൾക്ക്, പ്രായമായ ആളുകൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്കൊന്നും നടന്നു പോകാൻ പറ്റാത്ത, അവരുടെ ജീവൻ പോലും അപകടത്തിലാകുന്ന സ്ഥിതിയാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ ഉള്ളത്. അപ്പോൾ അടിയന്തരമായിട്ട് ഇവർക്ക് റാമ്പ് നിർമ്മിച്ച് ഇവരുടെ വീട്ടിലേക്ക് സുഗമമായി പോകാനുള്ള ഒരു സാഹചര്യം NHന്റെ കോൺട്രാക്ടറും അതുപോലെ തന്നെ NH ഡിപ്പാർട്ട്മെന്റും നടപ്പിലാക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. കാന നിർമ്മാണത്തിനിടയിൽ വീടുകളിലേക്കുള്ള കുടിവെള്ള പൈപ്പ് പൊട്ടിയതിനാൽ മാസങ്ങളായി ജലവിതരണം തടസ്സപ്പെട്ടിരിക്കുകയാണെന്നും NH നവീകരണത്തിന്റെ പേരിൽ കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് പ്രദേശവാസികൾ അനുഭവിക്കുന്നതെന്നും വാർഡ് മെമ്പറും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ സൈജൻ ചാക്കോ പറഞ്ഞു. ഇവിടെ വർഷങ്ങളായി സർക്കാർ പതിച്ചു കൊടുത്ത ഭൂമിയിൽ താമസിക്കുന്നവരും മറ്റു ആളുകളുടെ കയ്യിൽ നിന്ന് ഭൂമി വാങ്ങിയവരുമായിട്ടുള്ള ആളുകൾ, പാവപ്പെട്ട 25ഓളം കുടുംബങ്ങൾക്ക് ഈ NHന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വഴി കൊടുക്കാത്ത ഒരു സാഹചര്യമാണ്. ഇത് NHന്റെ അധികാരികളുമായി സംസാരിക്കുകയും ഈ സൈഡിൽ റിട്ടേണിംഗ് വാൾ ചെയ്യുന്ന സമയത്ത് അവർ ഇവരെയും ഒപ്പം പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ എന്നെയും ഈ സൈഡിൽ ഇറങ്ങിപ്പോകാനുള്ള വഴി റാമ്പ് കെട്ടി ഇവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് അതിനുശേഷം അവരുടെ സ്ഥലം സൈഡിലെടുത്ത് പണി തുടങ്ങുകയും പിന്നീട് വലിയ പൊക്കത്തിൽ ഇതിൻ്റെ സൈഡ് വാൾ കെട്ടിപ്പൊക്കിയിട്ട് ഇപ്പോൾ അവസാന നിമിഷം അവർ വഴി കൊടുക്കാമെന്ന് പറഞ്ഞ് കുറച്ച് സ്ഥലങ്ങളിൽ ഇങ്ങനെ ക്യാപ്പിട്ടിട്ട് അവസാന നിമിഷം ഇവർ കൊടുക്കാതെ തന്ത്രപൂർവ്വം പണി തീർത്ത് പോകാനുള്ളൊരു ശ്രമം നടക്കുകയാണ്. ഈ ആളുകൾ പാവപ്പെട്ട സ്ത്രീകൾ ഉൾപ്പെടെയുള്ള കുട്ടികൾ ഉൾപ്പെടെയുള്ള സ്കൂളിൽ പോകുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ള പ്രായമായ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ള നിരവധി ആളുകളാണ് ഒരു മാർഗവുമില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു അവസ്ഥയിൽ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ വർക്ക് എടുത്തിരിക്കുന്ന കോൺട്രാക്ടറും അവരുടെ സൂപ്പർവൈസർമാരും അവരുടെ ഭാഗത്തുനിന്നുണ്ടായ വലിയ തെറ്റാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇത് 2 പ്രാവശ്യം 3 പ്രാവശ്യം RDOയുടെ സാന്നിധ്യത്തിൽ വിവിധ മീറ്റിങ്ങുകൾ നടന്നപ്പോഴൊക്കെ ആ മീറ്റിങ്ങിൽ പങ്കെടുത്ത ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഒരു കാരണവശാലും ആളുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയില്ലെന്നും അവർക്ക് അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കുമെന്നും ആ മീറ്റിങ്ങിലൊക്കെ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. ഇപ്പോൾ അവർക്ക് കുടിവെള്ളം പോലും കിട്ടാത്ത അവസ്ഥയാണ്. ഇവരുടെ പൈപ്പ് ലൈൻ, ഗാർഹിക കുടിവെള്ള കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ടിട്ട് 4 മാസത്തോളം, ഈ പണിയുടെ ഭാഗമായി ഹിറ്റാച്ചി കൊണ്ട് അത് തകർത്ത് കളഞ്ഞിട്ട് ഇപ്പം 3-4 മാസമായി അവർക്ക് കുടിവെള്ളം പോലും കിട്ടാത്ത അവസ്ഥയാണ്. ഇവിടെ ടാങ്കർ ലോറിയിൽ ഇവിടെ വെള്ളം കൊണ്ടിച്ച് ഞങ്ങൾ പൈപ്പ് ഇട്ട് താഴത്തേക്ക് ഇവർക്ക് പഞ്ചായത്ത് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലും ഇവർ നന്നാക്കി കൊടുക്കാത്ത തരത്തിലുള്ള വലിയ ഒരു അനീതിയാണ് ഈ പാവപ്പെട്ട ആളുകളോട് ഈ NHന്റെ കോൺട്രാക്ടർമാർ ഉൾപ്പെടെയുള്ള ഇതിന്റെ ആളുകൾ കാണിക്കുന്നത്. തങ്ങളുടെ വീടുകളിലേക്കുള്ള വഴി പുനഃസ്ഥാപിക്കണമെന്നും തകർന്ന പൈപ്പുകൾ നന്നാക്കി കുടിവെള്ള വിതരണം ചെയ്യാനുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്നും പ്രദേശവാസികളായ രാധയും ജാൻവിയും പറഞ്ഞു. ഞങ്ങൾക്ക് ഇത് നടത്തിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ വീട്ടിലേക്ക് ഇറങ്ങിപ്പോണ വഴിയാണ് ഇപ്പം മുട്ടിച്ചിട്ടേക്കണത്. വഴിയില്ല, വെള്ളമില്ല, വീട്ടിലേക്ക് ഇറങ്ങിപ്പോകാൻ ഒരു മാർഗ്ഗമില്ലാതെയാണ് ഇപ്പം ആക്കി വെച്ചേക്കണത്. വഴിയിട്ട് തരാമെന്ന് പറയണ്ടവർ ഇതുവരെ നമുക്ക് വഴിയിട്ട് തന്നിട്ടില്ല. ഇതിപ്പോൾ ഇത്രയും പൊക്കി ഇനി ഏതിൽ കൂടിയാണ് വഴിയിട്ട് തന്നെയെന്നും അറിയാൻ പാടില്ല. ഇതുവരെ നിലവിൽ ഞങ്ങൾക്ക് വഴിയിട്ട് തന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് വെള്ളം വഴി ഇട്ട് തരാനുള്ളൊരു സംവിധാനം ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നെന്ന് ഞങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത്. ഞങ്ങൾ വർഷങ്ങളായി ഇവിടെ വന്നിട്ട് സർക്കാർ അനുവദിച്ച് കിട്ടിയ ഞങ്ങൾക്ക് പട്ടയഭൂമിയാണിത്. ഞങ്ങൾക്ക് ഇതിൻ്റെ NHന്റെ പണി കിടക്കുന്ന കാരണം ഞങ്ങൾക്ക് വഴി ഇട്ടിട്ടില്ല. വഴി ഇടാമെന്ന് അവർ ഞങ്ങളോട് പറഞ്ഞതാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോഴും അവർ കോൺക്രീറ്റും ഇതും കാര്യങ്ങളായിട്ട് കെട്ടിപ്പൊക്കും. ആദ്യം അവർ ഒരു വിടവിട്ടാ റാമ്പ് പോലെ പണിത് തരാമെന്ന് ഞങ്ങളോട് പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ അവർ അവിടെ കോൺക്രീറ്റ് ഇട്ട് പൊക്കി 2 ദിവസമായിട്ട് ഇപ്പോൾ കമ്പി ഇട്ട് കെട്ടി പകുതിയോളം വാർത്ത് കഴിഞ്ഞു. ഇനി മുകളിലേക്ക് വാർക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ അവർ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഇട്ട് തന്നിട്ടില്ല. പിന്നെ ഞങ്ങളുടെ കുടിവെള്ളം, ഞങ്ങൾക്ക് ഇവിടെ ഒരു പൈപ്പ് ഉണ്ടായിരുന്നു, അതൊക്കെ പൊട്ടിച്ചു. അതിപ്പോൾ വെള്ളം കിട്ടാണ്ടായിട്ട് മാസങ്ങളായി. അവരോട് നന്നാക്കുന്ന കാര്യം പലവട്ടം പറഞ്ഞെങ്കിലും അവർ നന്നാക്കി തന്നിട്ടില്ല ഇതുവരെ.
പിന്നെ പിള്ളേരൊക്കെ ഉള്ളത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് വഴിയില്ലാത്ത കാരണം കയറി പോകാനും സൗകര്യങ്ങൾക്കൊക്കെ പാടാണ്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ഇറമ്പത്ത് ഗ്രൂപ്പിന്റെ ഇറ ഫർണിച്ചറിന്റെ എക്സ്ക്ലൂസീവ് ഷോറൂം 20,000 സ്ക്വയർ ഫീറ്റിൽ കോട്ടപ്പടിയിൽ. സ്കിൽഡ് ഡിസൈനേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് രൂപകൽപ്പന ചെയ്ത ട്രഡീഷണൽ ആൻഡ് ആർക്കിടെക്ചർ ഡിസൈൻ ഫർണിച്ചർ. നിങ്ങളുടെ സ്വപ്ന ഭവനം ഒരു സ്റ്റേറ്റ് ഓഫ് ആർട്ടാക്കുവാൻ എന്നും നിങ്ങളോടൊപ്പം ഇറമ്പത്ത് ഇറ ഫർണിച്ചർ, കോട്ടപ്പടി, കോതമംഗലം.